ഭക്തവത്സല മുക്തിദായക ഭക്തരോടുകൂടെ നിത്യം വാഴുക നാഥ പാപമില്ലാത്ത ജീവിതം ചെയ്യുവാൻ ജ്ഞാനമോദി തന്ന എൻ്റെ സദ്ഗുരുനാഥ ഭക്തവത്സല മുക്തിദായക ഭക്തരോടുകൂടെ നിത്യം വാഴുക നാഥ സത്കർമ്മങ്ങളാൽ സർവദുഷ്കർമ്മങ്ങളും പാടെ മാറ്റി രക്ഷിക്കും സദ്ഗുരുനാഥ സത്കർമ്മങ്ങളാൽ സർവദുഷ്കർമ്മങ്ങളും പാടെ മാറ്റി രക്ഷിക്കും സദ്ഗുരുനാഥ ശാശ്വതമായ നിത്യശാന്തിയേ ദാനമായി തന്ന എൻ്റെ സദ്ഗുരുനാഥ എഴുന്നള്ളി വന്ന് സ്ഥാപിച്ച ഉന്നതമായ ആത്മബോധോദയ സംഘത്തിൽ അംഗങ്ങളായി ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച ഓരോമന സന്താനങ്ങളെ വീണ്ടും ഒരു ഞായറാഴ്ച ഇപ്രകാരം ഒത്തുചേരുവാനും ആരാധിക്കുവാനും ദൈവം തന്ന ഈ ദിവ്യാവസരത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് പുണ്യപാദങ്ങളിൽ നമസ്കരിക്കാം, സ്തുതിക്കാം, നന്ദിപ്പെടാം. സർവശക്തിയുടെ മഹാകാരുണ്യം എന്നും അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ ഒരു മർത്യജന്മം ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള
ഒന്നുമില്ല. കാരുണ്യമല്ലാതെ ഒന്നും ഈ ലോകത്തിൽ കാണുവാനുമില്ല, കേൾക്കുവാനുമില്ല, അറിയുവാനുമില്ല. ആ കാരുണ്യത്തെ എങ്ങനെയാണ് ഒരു ജന്മത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത്, ഏറ്റവും കൂടുതൽ അത് അനുഭവിക്കുവാൻ എങ്ങനെ സാധിക്കും, ഏറ്റവും കൂടുതൽ അനുഭവിച്ചാൽ അതിൽ നിന്ന് എന്ത് ലഭിക്കും, ഇതെല്ലാം വളരെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ സത്യമാകുന്ന വഴിയിൽ കൂടി ജീവിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഉന്നതമാകുന്ന ആദർശമാണ് ആത്മബോധോദയ സംഘം. അതുകൊണ്ട് ഇതിന്റെ മഹനീയത തിരിച്ചറിഞ്ഞ് ഏറ്റവും വേഗം ഇനിയും പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ പഠിച്ച് ഇനിയും നിലനിർത്തേണ്ട അറിവുകളെ വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും നിലനിർത്തി ഇനിയും പരിശീലിക്കുവാനുള്ള കാര്യങ്ങളെ ജീവിത വഴികളിലൂടെ പരിശീലിച്ച് എത്രയും വേഗം ആ ഉന്നതമാകുന്ന സ്ഥാനത്ത്, എവിടെയാണ് ഓരോരുത്തരും എത്തിച്ചേരേണ്ടത്, എവിടെയാണ് ഉത്ഭവിച്ച ആത്മാക്കൾ ആഗമനം വീണ്ടും എങ്ങനെയാണ് ഇത് ഉണ്ടായത്, എങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ലയനം അഥവാ സമ്പൂർണത, സംഹാരം. ഇത് കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി ഈ വഴികളിലൂടെ നിത്യമായ ഒരു സത്യജീവിതം നയിക്കുവാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. അപ്പോൾ ആ ജീവിതത്തിൽ കൂടി നിങ്ങൾ തൊട്ടറിയുന്നത് എന്തായിരിക്കും? ദൈവത്തിന്റെ കാരുണ്യമായി. ആ കാരുണ്യം തൊട്ടറിയുമ്പോൾ നിങ്ങൾ ആരെ അറിയും? നിങ്ങളെ തന്നെ അറിയും. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സ്ഥാവരാണം ഹിമാലയ എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും ഹിമാലയത്തിൽ എത്തിച്ചേരണം, അല്ലേ? ഇപ്പൊ നമ്മൾ വലിയ വലിയ ബസ്സുകൾ പിടിച്ചും വിമാനത്തിലൊക്കെ ഓരോരുത്തർ ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉന്നതമായ യാത്രയാണ്, വളരെയേറെ ചെലവ് വഹിച്ച് ഓരോരുത്തർ ഹിമാലയത്തിൽ പോവുകയാണ്. എന്തിനു വേണ്ടി? മോക്ഷത്തിന് വേണ്ടി. അതാണോ പറഞ്ഞത്? അവിടെ ബാഹ്യമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അവസ്ഥ തന്നെ അതിന്റെ ബാഹ്യാവസ്ഥയാണ്. ഋഷികേശിലൂടെ ഹരിദ്വാറിലൂടെയാണ് നമ്മൾ ഹിമാലയത്തിൽ എത്തുന്നത്, അല്ലേ? അതിന്റെ വഴി എങ്ങനെയാണ്, അല്ലേ? അങ്ങനെയല്ലേ? ഋഷികേശിലൂടെ ഹരിദ്വാറിലൂടെ. ഞാൻ ശരീരപ്രകാരം പോയിട്ടില്ല, പക്ഷേ എങ്ങനെയാണത് പോകുന്നത്? ഋഷികേശിലൂടെ ഹരിദ്വാറിലൂടെ. ഋഷികേശ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം എന്നാണ്. താപസവൃത്തിയായിരിക്കണം, തപോജീവിതം ചെയ്യണം. അതിലൂടെ ഹരിദ്വാറിലൂടെ, ഹരിദ്വാർ എന്ന് പറഞ്ഞാൽ ആ ദ്വാരം എന്നൊരർത്ഥം അതിനകത്ത് വരുന്നുണ്ട്. ഹരിദ്വാറിലൂടെ, ഈശ്വരനിലൂടെ, ഹരിയിലൂടെ. നമ്മൾ ഈശ്വരമുമ്പാകെ സത്യം ചെയ്തത് അത് തന്നെയാണ്. സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളവർ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോ ഋഷികേശിലൂടെ, ഹരിദ്വാറിലൂടെ, ഈശ്വരനിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശ്വര ഇഷ്ടപ്രകാരം ജീവിക്കുക എന്ന്. അപ്പോൾ ഉള്ളും പുറവും ഒരുപോലെ ഈശ്വരനെ അനുഭവമാണ്. അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് ഈശ്വരനോടൊത്തുള്ള യാത്ര അവസാനിക്കുന്നത് ശുദ്ധവും ശീതളവുമായ ഹിമാലയത്തിലായിരിക്കും. അതെന്താണ്? വെള്ളിമല പോലെ കണ്ടിടുന്നു ഉള്ളം തിളങ്ങി വിളങ്ങിടുന്നു.
കഴിയില്ല. അത്ര പ്രഭയോടുകൂടിയ രൂപമാണ് ഈശ്വരന്റെ രൂപം. ആ രൂപത്തെ കാണുവാൻ എല്ലാവരും എത്തിച്ചേരണമെന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ തണുത്ത സ്ഥലത്തേക്കാണ്. അത് നല്ലതാണ്. തപോവൃത്തിയിൽ ഇരിക്കുവാൻ വളരെ നല്ല സ്ഥലമാണ്. ശുദ്ധമായി സൂക്ഷിച്ചാൽ ഏത് സ്ഥലവും താപസവൃത്തിക്ക് വളരെ നല്ലതാണ്. എന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് കാവ്യ ഉടുക്കേണ്ട, കായികന് തിന്നേണ്ട, കാട്ടിൽ പോയിടേണ്ട ആത്മാക്കളെ, എങ്ങനെയാണ് പറഞ്ഞത്? കാവ്യ ഉടുക്കേണ്ട, സത്യമാകുന്ന ജീവിതം, ഗൃഹസ്ഥാശ്രമ നിയമപ്രകാരമുള്ള സത്യജീവിതം ചെയ്യണം. ആ സത്യജീവിതം ചെയ്യുമ്പോൾ ആനന്ദസ്വരൂപൻ നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ ഉണ്ടാകും. നിങ്ങൾ എവിടെ ചിന്തിക്കുന്നു അവിടെ ഉണ്ടാകും. സത്യമെന്ന ബന്ധം ഗുരുവിലാണെന്നറിയ, സത്യമെന്ന ബന്ധം സത്യബന്ധം നോക്കി എത്തും ഗുരുവരികെ, സത്യബന്ധം നോക്കി എത്തും ഗുരുവരികെ, സത്യമെന്ന ബന്ധം ഗുരുവിലാണെന്നറിയ, സത്യമെന്ന ബന്ധം ഗുരുവിലാണെന്നറിയ, സത്യബന്ധം നോക്കി എത്തും ഗുരുവരികെ, സത്യബന്ധം നോക്കി എത്തും ഗുരുവരികെ. ഈ അടുത്ത സമയത്ത് 241 പേർ ഒരുമിച്ച് ഒരു വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടു. അതിൽ പല വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ പൈലറ്റിന് വന്ന മിസ്റ്റേക്ക് ആണെന്ന് പറയുന്നുണ്ട്, മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയുന്നുണ്ട്, അവിചാരിതമായി സംഭവിച്ചതാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഒന്നിച്ച് എത്ര പേർ മരിച്ചു? 241 പേർ വിമാനത്തിലും, പിന്നെ ആ കെട്ടിടത്തിൽ വീണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 4-5 പേരും മരിച്ചു. എന്നാൽ ഇതാ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, സത്യം പാലിച്ച് ജീവിക്കുന്ന ഒരാൾ അതിനകത്തുണ്ടായിരുന്നെങ്കിൽ ആ പൈലറ്റ് മനഃപൂർവ്വം ഇനി അത് ചെയ്യാൻ തുടങ്ങിയാലും ആ കൈ തട്ടി മാറ്റിയത് ദൈവം. അതാണ് സത്യത്തിന്റെ വില. അതാണ് സത്യത്തിന്റെ വില. സത്യം എന്ന ബന്ധം ഗുരുവിലാണെന്നറിയ, സത്യമെന്ന ബന്ധം ഗുരുവിലാണെന്നറിയ, സത്യബന്ധം നോക്കി എത്തും ഗുരുവരികെ, സത്യബന്ധം നോക്കി എത്തും ഗുരുവരികെ. പക്ഷേ അത് ഉടുപ്പ്, ഒരു സത്യത്തിന് ഉടുപ്പ് തയ്ച്ചിട്ടാൻ പറ്റില്ല. സത്യം എന്ന് എഴുതി ഒരു ഉടുപ്പ് തയ്ച്ചിടുക. അപ്പൊ കാണുമ്പോൾ ആളുകൾ നോക്കുമ്പോൾ സാത്വികനാണ്. അല്ല, എന്നെങ്ങനെ വേണം? മനസാ വാചാ കർമ്മണ സത്യം പ്രകാശിക്കണം. ഈ കലിയുഗത്തിൽ തിന്മ എട്ടിരട്ടിയായി വാഴുന്ന കലിയുഗത്തിൽ ഏറ്റവും പ്രയാസം അതിനാണ്. മനസാ വാചാ കർമ്മണ, സത്യം പാലിക്കുക. പലരും അത് കേൾക്കുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് നടക്കത്തില്ല എന്ന് തീരുമാനിക്കും. അല്ല, നടക്കും. അതുകൊണ്ടാണ് സത്യമുള്ള ഹൃദയങ്ങളിൽ എഴുന്നള്ളി ശുഭാനന്ദ തപോശക്തി ഇന്നും നിങ്ങൾക്ക് പ്രത്യക്ഷമായ ലോകത്തിൽ വാഴുന്നത്. വാഴട്ടെ വാഴട്ടെ സർവശക്തി ലോകരക്ഷാർത്ഥമായി വാഴട്ടെ. വാഴട്ടെ വാഴട്ടെ സർവശക്തി ലോകരക്ഷാർത്ഥമായി വാഴട്ടെ. വാഴട്ടെ വാഴട്ടെ സർവശക്തി ലോകരക്ഷാർത്ഥമായി വാഴട്ടെ. വാഴട്ടെ വാഴട്ടെ സർവശക്തി ലോകരക്ഷാർത്ഥമായി വാഴട്ടെ.
അനുസരിച്ച് സത്യമായ ലോകത്തിൽ ജീവിച്ചാൽ സത്യം ദൈവം നിങ്ങൾക്ക് ദാസനായി നിൽക്കും. അതും പാടിത്തന്നു. എങ്ങനെയാണ് പാടിത്തന്നത്? ഭക്തർക്കു ദാസനാം ഭക്തപ്രിയൻ ബുദ്ധിക്കു വേണ്ടി വസിച്ചിടുന്നു. പഴയ കഥകളിൽ പറയുന്നുണ്ട്, പൂന്താനത്തിന്റെ അടുത്ത് എന്നതും കുറൂരമ്മ എടുത്തി എന്നതും വില്ലുമംഗലത്തിന്റെ അടുത്ത് എന്നതും ഒക്കെ പറയുന്ന കഥകൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്. ഇപ്പൊ അതൊക്കെ ചിത്രീകരിച്ച് വീഡിയോകളും ഒക്കെ ഇറക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ വലിയ കൗതുകം, ചിലരൊക്കെ അങ്ങ് മൂക്കും കണ്ണും ഒക്കെ ഒലിപ്പിച്ചിട്ട് കാര്യം. പക്ഷേ ഒരു ദിവസമെങ്കിലും അതിനൊരു പരിശീലനം, എനിക്കിങ്ങനെ സാധിക്കുമോ, ഒരു ദിവസം സത്യം പൂർണ്ണമായി സത്യം ജീവിക്കാം എന്ന് തീരുമാനിക്കാൻ ഇന്നത്തെ ലോകത്തിൽ ആളുകൾ തയ്യാറാകുന്നില്ല. ആത്മബോധോദയ സംഘാംഗങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ മരണക്കിടക്ക വരെയും സത്യം പാലിച്ചുകൊള്ളാമെന്ന് തീരുമാനമെടുത്തവരാണ് അല്ലേ? അങ്ങനെയല്ലേ? പാലിക്കുന്നുണ്ടോ? നാന്ന് കൈയടിച്ചേ. ഇതൊന്ന് സത്യമാണ്. അത് ഗുരുവിന്റെ മുൻപിലാണ്, ഈശ്വരനാകാൻ വേണ്ടിയാണ്. മറന്നു പോകരുത്. മരണക്കിടക്ക വരെയും സത്യമായി ജീവിക്കുവാൻ, എപ്പോഴും സത്യമായി ജീവിക്കുവാൻ, സത്യസ്വരൂപനോട് ഒത്തു ജീവിക്കുവാൻ, സത്യസ്വരൂപനെ കണ്ടു ജീവിക്കുവാൻ, സത്യസ്വരൂപനെ ലയിക്കുവാൻ, ആനന്ദിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുവാനാണ്. ഈ ആരാധനയിലേക്ക് വളരെ ശ്രദ്ധാപൂർവ്വം ഇരിക്കുക. സർവശക്തി ഏത് നിമിഷമാണ് ഓരോ ഹൃദയങ്ങളിലേക്കും ദർശിക്കുന്നതെന്നും അനുഗ്രഹിക്കുന്നതെന്നും നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും ആ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. യാതൊരു അശ്രദ്ധയും ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാ ശബ്ദങ്ങളും ദൈവത്തിൻ്റെതാണെന്നുള്ള ചിന്തയോടുകൂടി പരിശുദ്ധമായി നിങ്ങളുടെ ഹൃദയത്തെ കരുതി നിലനിർത്തിക്കൊണ്ട് സൂക്ഷ്മതയോടുകൂടി ഇരുന്നാൽ സർവശക്തി നിങ്ങളെ ദർശിക്കും, ആനന്ദിപ്പിക്കും. അത് നിങ്ങളുടെ അനുഭവമാകുന്നതാണ്. സ്ഥിരമായോരടിസ്ഥാനം തപസ്സത്രേ മനസ്സിന്റെ മനസ്സിന്റെ സ്ഥിരമായോരടിസ്ഥാനം തപസ്സത്രേ ഗുരുനാഥൻ വസിക്കുന്നു. മനസ്സിന്റെ സ്ഥിരമായോരടിസ്ഥാനം തപസ്സത്രേ സ്ഥിരബുദ്ധിയുള്ളവരിൽ ഗുരുനാഥൻ വസിക്കുന്നു. ഉന്നതനാകുന്ന ദൈവം ഈ ലോകത്തിൽ വന്ന് അവതരിപ്പിച്ച ഈ ഉന്നത നിയമം, ഈ ലോകത്തിൽ തിരുവതാരമായി വന്ന് അവതരിപ്പിച്ച ഈ ഉന്നത നിയമം മനുഷ്യ ജന്മങ്ങളെ ഒരു തപോവൃത്തിയിൽ തുടരുന്നതിന് വേണ്ടിയാണ്. തപസ്സില്ലാതെ ഒന്നും എവിടെയും പൂർത്തിയാക്കപ്പെടുന്നില്ല. തപസ് എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ മാനവലോകം ചിന്തിക്കുന്നത് ഏതെങ്കിലും കാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഒറ്റയ്ക്ക് വിശന്ന് വലഞ്ഞ് അങ്ങനെ ഒരു കമണ്ടലും യോഗദണ്ഡും ഒക്കെ ആയിട്ട് ദീക്ഷയൊക്കെ വളർത്തിയിരിക്കുന്നതാണ് ഒരു ചിത്രം ഓരോരുത്തരുടെയും മനസ്സിൽ. ആ ഒരു ചിത്രം
ചിത്രം അങ്ങനെയാണ്. അങ്ങനെയാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. ആദ്യം ചിന്തിക്കുന്നത് അതാണ്, യോഗദണ്ഡും കമണ്ടലും ഉണ്ടോ. അപ്പൊ അതാണ് ഒരു തപോ ജീവിതം ചെയ്യുന്ന ആളുടെ ലക്ഷണമെന്നാണ് പലരുടെയും ചിന്ത. എന്താ കാരണം? ആ പലയിടങ്ങളിൽ നമ്മൾ വരച്ചു കണ്ടിട്ടുള്ള ചിത്രം അങ്ങനെയാണ്. അല്ലാതെ മഹാതാപസന്മാരെ നേരിട്ട് കണ്ടിട്ടുള്ളവർ വളരെ കുറവാണ്. ആ എന്നാൽ ഈ ലോകത്തിൽ ജീവിതം ചെയ്യുന്ന സർവമനുഷ്യാത്മാക്കളെയും താപസന്മാരാക്കി തീർക്കുവാൻ ആ ആദ്യയുഗത്തിൽ മഹാതാപസനായി അവതരിച്ച മഹാശക്തി തന്നെ ആ ക്രേതയിലെ തപസ് പഠിപ്പിച്ചത് ആരാണ്? ക്രേതയിൽ ഋഷിയായി ശ്രേതയിൽ ആചാരകർമ്മങ്ങൾ അനുഷ്ഠിപ്പിക്കുവാൻ ആചാര്യനായി അവതരിച്ചു. ആ ദ്വാപരയിൽ പൂജാവിധികൾ പഠിപ്പിക്കുവാൻ ആ താൻ വീണ്ടും അവതരിച്ചു. ഇങ്ങനെ എല്ലാ യുഗത്തിലും വന്ന ദൈവം സമ്പൂർണ്ണ മോക്ഷം കൊടുക്കുവാൻ സമ്പൂർണ്ണ അവതാരമായി കലിയുഗത്തിൽ ഖഡ്ഗിയായി വന്നു. ഖഡ്ഗി ആയി വന്നു. അപ്പോഴും ആരാണ് അതിന് ഉൾക്കാമ്പായി നിൽക്കുന്ന ഏകവസ്തു? ആ ഏക ബ്രഹ്മം, ആ ശാശ്വത ബ്രഹ്മം, ആ നിത്യവസ്തു. അതിനെയാണ് തെളിയിക്കുവാൻ വേണ്ടി അവതാരമായി വന്നിരിക്കുന്നത്. ആ ഈ കലിയുഗത്തിൽ താൻ അവതാരമായി വന്ന് 4 യുഗങ്ങളിലെയും വ്യവസ്ഥകളാണ് പഠിപ്പിക്കുന്നത്. അത് പഠിച്ച് ജീവിതം ചെയ്യുമ്പോൾ സ്വാഭാവികമായ ഒരു മനുഷ്യൻ തപോവൃത്തിയിലാണ് ജീവിതം ചെയ്യുന്നത്. ആ അവിടെ താടിയും മുടിയൊന്നും നീട്ടി വളർത്തണ്ട, പട്ടിണി കിടക്കണ്ട, ആ എല്ലാ കർമ്മങ്ങളിലും ഏർപ്പെടാം. എങ്ങനെയുള്ള കർമ്മങ്ങളിൽ? സത്കർമ്മങ്ങളിൽ ഏർപ്പെടാം. അല്ലാതെ അവനവന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും കർമ്മം ചെയ്യാനല്ല. അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദൈവ ഇഷ്ടം ചെയ്യുവാൻ തീരുമാനം ചെയ്യുന്നവർ, ദൈവ ഇഷ്ടം തന്നിഷ്ടങ്ങൾ മാറ്റണം, ദൈവ ഇഷ്ടം ചെയ്യണം. ഓ ദൈവ ഇഷ്ടം ചെയ്യുവാൻ തീരുമാനിക്കുന്നവർ തന്നിഷ്ടങ്ങൾ മാറ്റണം, ദൈവ ഇഷ്ടം ചെയ്യണം. ആ ഓരോരുത്തരും ജനിച്ച് ജീവിച്ചു വന്ന സാഹചര്യത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിവിൽ ആ അതിൽ നിന്ന് ലഭിച്ച ശീലങ്ങളിൽ ജീവിച്ചു മുന്നോട്ട് പോയാൽ ദൈവ ഇഷ്ടം ചെയ്ത് പൂർത്തീകരിക്കുവാൻ കഴിയില്ല. അറിവാകുന്ന ഗുരു അവതരിപ്പിക്കുന്ന അറിവിനെ സ്വീകരിച്ച് അറിവാകുന്ന വഴിയിൽ തന്നെ ജീവിതം ചെയ്യണം. അങ്ങനെ ജീവിതം ചെയ്യുമ്പോഴാണ് ആ തപോ ജീവിതമായി തീരുന്നത്. ആ താപസവൃത്തി ഓരോരുത്തരും സ്വീകരിക്കുമ്പോൾ
സ്വീകരിക്കുമ്പോഴാണ് ആ ജ്ഞാനപരിപൂർണത ആത്മപരിപൂർണതയായി ആത്മാവിൽ കണ്ട് ആത്മബോധോദയം അനുഭവിക്കുന്നത്. അങ്ങനെ ജ്ഞാനത്തിൽ കൂടി ആത്മാവിൽ തെളിയുന്ന ബോധോദയത്തെ ആത്മാക്കളിൽ തന്നെ സ്ഥിരപ്പെടുത്തുവാൻ ആത്മനാഥൻ അറിയിച്ച അറിവാണ് ആത്മബോധോദയ സംഘം. അതിശ്രേഷ്ഠമായ അറിവാണ് ആദർശം. ആ ആദർശത്തെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോ ആദർശത്തെ സ്വീകരിച്ചാൽ പിന്നെ ആദർശമായി തന്നെ ജീവിക്കണം. ആ പണ്ടൊരു പഴമൊഴി പറയാറുണ്ട്, പട്ടിയുടെ വേഷം കെട്ടിയാൽ കുരയ്ക്കണം, എങ്കിലല്ലേ അത് പൂർണ്ണമാകുകയുള്ളൂ. നിങ്ങൾ ആദർശത്തെ സ്വീകരിച്ചവരാണ്. അപ്പോൾ എങ്ങനെ ജീവിക്കണം? ആദർശമായി തന്നെ ജീവിക്കണം. അപ്പോ എല്ലാവരും ഒരു 4 നിറമുള്ള കൊടിയും പിടിച്ചുകൊണ്ട് നടന്നാൽ ആദർശ ജീവിതമാകുമോ? അല്ല. വിശുദ്ധമായ കൊടിയായി നിങ്ങൾ ഓരോരുത്തരും രൂപവൽക്കരിക്കപ്പെടണം. നമ്മുടെ കൊടിയുടെ വ്യവസ്ഥ എന്താണ്? കറുപ്പ് നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്രേതയിലെ തപസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ചുവപ്പ് നിറമോ? ക്രേതയിലെ യാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. വെള്ള നിറമോ? ദാബരയിലെ പൂജയാണ് സൂചിപ്പിക്കുന്നത്. നീല നിറമോ? കലിയുഗത്തിലെ നാമസങ്കീർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ 4 യുഗ വ്യവസ്ഥകൾ ഒരു ജന്മത്തിൽ വെച്ച് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഏറെ പൊങ്ങി പറക്കുന്നു, പാറി പാറി പറക്കുന്നു. ഏറെ പൊങ്ങി പറക്കുന്നു, പാറി പാറി പറക്കുന്നു. വിശുദ്ധമ കൊടിയുടെ തിളക്കം കണ്ടോ? ഏറെ പൊങ്ങി പറക്കുന്നു, പാറി പാറി പറക്കുന്നു. വിശുദ്ധമ കൊടിയുടെ തിളക്കം കണ്ടോ? വിശുദ്ധമാം സഭയുടെ പുകഴ്ച കണ്ടോ? ആ സഭ തന്റെ മണവാട്ടി, സഭയ്ക്കു താൻ മണവാളൻ. ആ ഈശ്വരന്റെ ഹിതമായി തീരുമ്പോഴാണ് ഒരു സഭയായി മാറുന്നത്. ഓരോരുത്തരും ഈ യുഗവ്യവസ്ഥകൾക്കനുസരിച്ച് ആദർശമായി ജീവിതം ചെയ്യുമ്പോൾ ഓരോ യുഗങ്ങളും നിങ്ങളിൽ തന്നെ അടങ്ങി 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 നിങ്ങൾ നാമസങ്കീർത്തന രൂപമായി തീരും. അറിവിനെ സ്വീകരിക്കുമ്പോൾ ക്രേതായുഗം പൂർത്തീകരിക്കും. നന്മതിന്മകളെ വേർതിരിച്ച് തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ ത്രേതായുഗം പൂർത്തീകരിക്കും. നന്മയുടെ ഫലത്തെ ശുദ്ധീകരിച്ച് ഹൃദയപൂജ ചെയ്യുമ്പോൾ ദ്വാപരയുഗം പൂർത്തീകരിക്കും. അവിടെ നിന്നുകൊണ്ട് ഉൾക്കാമ്പിൽ കാണുന്ന ദിവ്യരൂപത്തെ, ആ നിഷ്കളങ്ക രൂപത്തെ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുമ്പോൾ ആ കലിയുഗവും പൂർത്തീകരിക്കപ്പെടും. ഇങ്ങനെ യുഗവ്യവസ്ഥകൾ നമ്മുടെ കർമ്മങ്ങളിലൂടെ പൂർത്തീകരിക്കുമ്പോഴാണ് ആദർശമായി മാറുന്നത്. അങ്ങനെ ആദർശ പുരുഷന്റെ ആശ്രമമാണിത്. ആദർശ പുരുഷന്റെ ആശ്രമമാണിത്. ഈ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന സിമെന്റും മണ്ണും ഒക്കെ ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഈ സ്ഥാപനം കെട്ടിടമല്ല, അറിവിനാൽ രൂപാന്തരപ്പെട്ട ഹൃദയമാണ് ആ ആശ്രമം. അതാണ് ആദർശ സ്ഥാപനം. ആദർശ പുരുഷന്റെ ആശ്രമമാണിത്.
സ്ഥാപനം. ആദർശമായി ജീവിക്കുന്നവരാണ് ആദർശ സ്ഥാപനം. അവർ ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ അത് ആത്മബോധോദയ സംഘമായി മാറുകയാണ്. അവർ ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ അത് ആത്മബോധോദയ സംഘമായി. അങ്ങനെ ഹൃദയങ്ങൾ ഒത്തുചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ഹൃദയം രൂപീകരിക്കുന്നത്? മനുഷ്യ ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ഉപകരണമല്ല യഥാർത്ഥ ഹൃദയം. ഉന്നതമായ ഈ ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രധാന ഉപകരണമാണ് മനുഷ്യ ശരീരത്തിലെ ഹൃദയം. അത് ഉപയോഗിച്ചാണ് ഇതിലേക്കെല്ലാം ഈ ചംക്രമണം നടത്തുന്നത്. എന്നാൽ യഥാർത്ഥ ഹൃദയം ഏതാണ്? അറിവിനാൽ രൂപാന്തരപ്പെട്ട ഹൃദയമാണ്. സൂക്ഷ്മജ്ഞാനങ്ങളാൽ രൂപാന്തരപ്പെട്ട ഹൃദയത്തിലേക്കാണ് ഈശ്വരന്റെ എഴുന്നള്ളത്തുണ്ടാകുന്നത്. ആ എഴുന്നള്ളത്തുണ്ടാകുവാൻ ആദ്യം അറിവിനെ സ്വീകരിച്ച ഹൃദയം രൂപാന്തരപ്പെടുത്തണം. ആ രൂപാന്തരപ്പെടുന്നതിനുള്ള വഴിയാണ് ഈ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെല്ലാം. അത് നമ്മൾ ലോകവശാൽ ചില കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളോ ഒക്കെ നിർമ്മിക്കുമ്പോ അപ്പൊ ഒരു മൂശാരി ഒരു മൂശ പിടിച്ചു, ഒരു വിളക്ക് വാർക്കാൻ തീരുമാനിച്ചു. അതിന് ആദ്യം അതിന്റെ രൂപമൊക്കെ ഉണ്ടാക്കി മെഴുകിൽ ഉണ്ടാക്കി അതിന് മൂശ പിടിപ്പിച്ച് എല്ലാം രൂപപ്പെടുത്തി അതിന് ഓടുരുക്കി അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോ അതിനകത്ത് ഈ മൂശാരി അറിയാതെ ഒരു ചെറിയ കല്ല് അതിനകത്ത് വീണു. അപ്പൊ ആ കല്ല് പോയി ഉടക്കി ഇരുന്നിടത്തു നിന്ന് ഈ ഓട് ഉരുകി താഴോട്ട് ഒഴുകുകയില്ല. അപ്പൊ ആ ഓട് ഉരുകി പോകേണ്ട സ്ഥാനത്താണ് കല്ലിരിക്കുന്നത്. ഇത് ഇദ്ദേഹം കാണുന്നില്ല. ഒഴിച്ചു നിറഞ്ഞു എന്ന് വിചാരിച്ച് മാറ്റി. എല്ലാം തണുത്ത് കഴിഞ്ഞപ്പോ ഉടച്ച് അതിന്റെ മൂശം പൊട്ടിച്ച് നോക്കിയപ്പോ അപ്പോ വിളക്കിന്റെ മുക്കാൽ ഭാഗമേ ഉള്ളൂ, ഒരു ഭാഗം ഒരു ദ്വാരമാണ്. താഴെ കൂടെ ഞാൻ ഒരു വര കീറി ഇട്ടിരിക്കുന്ന ഒരു തോട് കീറി ഇട്ടേക്കുന്നത് കിടക്കുക. അപ്പോഴാണ് ശില്പി അറിയുന്നത് ദൈവം ഇതിനകത്തൊരു കല്ല് കീറിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലല്ലോ. ഇതുപോലെ രൂപപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുണങ്ങളെ അത് ആ ആള് പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് വിചാരിച്ചാൽ അത് ദൈവത്തിന്റെ ശബ്ദമാണോ ദൈവത്തിൽ നിന്നുള്ള ഗുണമാണോ എന്ന് പരിശോധിച്ച് അതിനെ സ്വീകരിക്കുവാനും ഉപയോഗിക്കുവാനും പഠിക്കുമ്പോൾ വിടവൊന്നും ഉണ്ടാവുകയില്ല. ചെറിയ ചെറിയ കളങ്കങ്ങൾ അതിനുള്ളിലേക്ക് കടന്നുപോയാൽ വലിയ വലിയ വിടവുകൾ ഉണ്ടായിപ്പോകും. ഈ മൂശാരി വിളക്ക് വാർത്തന്റെ ഉദാഹരണം അതാണ്. ഇതുപോലെ തന്നെയാണ് ഈ രൂപപ്പെടുത്തൽ നടക്കുന്നത്. സദ്ഗുരുവാകുന്ന ശില്പി തന്നെ വന്നു ആത്മാവിൻ രൂപത്തെ ആദിടുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കളങ്കങ്ങളൊന്നും അതിലേക്ക് കടത്താതിരിക്കണം. ഗുണങ്ങളെ സ്വീകരിക്കാനുള്ള പരിശീലനം ഉണ്ടാകണം. എപ്പോഴും സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുത്തവരാണ്. അല്ലാതെ ആശ്രമത്തിൽ വരുമ്പോ ഞാൻ സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളാമെന്നാണോ പറഞ്ഞത്? അല്ല, ലോകത്ത് എവിടെ പോയാലും, രാത്രിയായാലും പകലായാലും, മഴക്കാലമായാലും ഉഷ്ണകാലമായാലും, ഏത് കാലാവസ്ഥയിലായാലും എന്റെ ഗുരുവിന്റെ ഇഷ്ടം ചെയ്ത് സൂക്ഷിച്ച് ജീവിച്ചുകൊള്ളാം. സൂക്ഷിച്ച് ജീവിച്ചുകൊള്ളാം. എവിടെ ജീവിച്ചുകൊള്ളാം? സദ്ഗുരുവേ അങ്ങേ മുൻപാകെ എക്കാലവും ഞാൻ സൂക്ഷിച്ചെന്നും ജീവിച്ചുകൊള്ളാം. സദ്ഗുരുവേ അങ്ങേ മുൻപാകെ എക്കാലവും ഞാൻ സൂക്ഷിച്ചെന്നും ജീവിച്ചുകൊള്ളാം.
ചെന്നും ജീവിച്ചിടുവാൻ ഉള്ളറിവെന്നിൽ ദാനമായി നൽകിടേണമേ. സൂക്ഷിച്ചെന്നും ജീവിച്ചിടുവാൻ ഉള്ളറിവെന്നിൽ ദാനമായി നൽകിടേണമേ. ഉള്ളറിവെന്നിൽ ആത്മശക്തി നൽകിടേണമേ. പരമഗുരു ഇച്ഛാശക്തി വർദ്ധിപ്പിക്കണേ. ആത്മശക്തി നൽകിടേണമേ. പരമഗുരു ഇച്ഛാശക്തി വർദ്ധിപ്പിക്കണേ. ആത്മശക്തി നൽകിടേണമേ. പരമഗുരു ഇച്ഛാശക്തി വർദ്ധിപ്പിക്കണേ. ആദിയന്തമിഷ്ടം ചെയ്യുവാൻ എൻ്റെ ആത്മനാഥൻ ആദിയന്തം വാഴണേ എങ്കിൽ. എൻ്റെ ആത്മനാഥൻ ആദിയന്തം ആദിയന്തമിഷ്ടം ചെയ്യുവാൻ എൻ്റെ ആത്മനാഥൻ ആദിയന്തം വാഴണേ എങ്കിൽ. ആത്മനാഥനായ ഗുരുവേ എൻ പ്രാണനാഥ കൂടെ എന്നും വാഴ്ച ചെയ്യണേ. ആത്മനാഥനായ ഗുരുവേ എൻ പ്രാണനാഥ കൂടെ എന്നും വാഴ്ച ചെയ്യണേ. ആത്മനാഥനായ ഗുരുവേ എൻ പ്രാണനാഥ കൂടെ എന്നും വാഴ്ച ചെയ്യണേ. ആദിയന്തമില്ലാതുള്ളൊരു ആനന്ദത്തെ ആത്മാവിൽ നീ നൽകിടേണമേ. ആദിയന്തമില്ലാതുള്ളൊരു നിത്യാനന്ദത്തെ ആത്മാവിൽ നീ നൽകിടേണമേ. നിത്യാനന്ദത്തെ ആദിയന്തമില്ലാതുള്ളൊരു നിത്യാനന്ദത്തെ ആത്മാവിൽ നീ നൽകിടേണമേ. ആദിയന്തമില്ലാതുള്ളൊരു നിത്യാനന്ദത്തെ ആത്മാവിൽ നീ നൽകിടേണമേ. ആദിയന്തമില്ലാതുള്ളൊരു നിത്യാനന്ദത്തെ ആത്മാവിൽ നീ നൽകിടേണമേ. എപ്പോഴും കൽപ്പനകൾ പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുമ്പോഴാണ് നിത്യാനന്ദത്തിൽ എത്തുന്നത്. എപ്പോഴും കൽപ്പനകൾ പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുമ്പോഴാണ് നിത്യാനന്ദത്തിൽ. ഇപ്പൊ ഇവിടെ വന്നു, സത്യം കേൾക്കണമെന്ന് പറഞ്ഞു, സത്യം കേൾക്കണമെന്ന് കേട്ടു. ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞു. ആരും കാണുന്നില്ല, ഞങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അങ്ങ് ജീവിക്കുന്നു. ആരും കാണുന്നില്ല, ഞങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കുന്നു. തമ്മിൽ പറയുമ്പം നിങ്ങൾ ഭയങ്കര കഠിന വ്രതത്തിലാണ്. തമ്മിൽ പറയുമ്പോൾ ഞങ്ങൾ വളരെ കഠിന വ്രതത്തിലാണ്. പരമഭക്തരാണ്. ഭക്തന്മാരെ കാണുമ്പോൾ പരമഭക്തര്, ഭക്തന്മാരെ കാണുമ്പോൾ കൂട്ടുകാരെ കാണുമ്പോ തൊപ്പി അരിച്ച് ഇങ്ങോട്ട് വെച്ച്, മുടി ഒന്ന് ഈട്ടി വെച്ച്, താടി ഒന്ന് പിന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത്, പിന്നെ സ്ത്രീജനങ്ങളാണെങ്കിൽ പിന്നെ പറയണ്ട, പിന്നെ വേറെ കോലം കെട്ടി. ഇപ്പൊ ഭക്തരുടെ കൂട്ടത്തിൽ വരുമ്പോ സെറ്റും ഒക്കെ കൊടുത്ത് വളരെ മാന്യമായിട്ട്. മറ്റേ കൂടുതലോട്ട് പോകുമ്പോ പിന്നൊന്നും പറയണ്ട.
ഇതല്ല. ആ മനസാ വാച കർമ്മണ പരിശുദ്ധരായിടേണം. മനസാ വാച കർമ്മണ പരിശുദ്ധരായിടേണം. പരിശുദ്ധ പിതാവിന്റെ തിരുഹിതം ചെയ്തിടേണം. പരിശുദ്ധ പിതാവിന്റെ തിരുഹിതം ചെയ്തിടേണം. പരിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് പുറമേ കാണിക്കുന്ന പ്രഹസനങ്ങളല്ല, അന്തരംഗത്തിലെ കരുതലാണ്. ആ അന്തരംഗത്തിൽ ആ കരുതൽ ഉള്ളവർക്ക് മാത്രമേ യഥാർത്ഥമായി സത്യജീവിതത്തിൽ കൂടി മുന്നോട്ട് പോകാൻ കഴിയൂ. ആ അല്ലാതെ കുളിച്ചു കുറിയൊക്കെ തൊട്ട് വലിയ കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. ആ ഇപ്പൊ വെളുത്ത ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ കിട്ടും. വെള്ളയൊക്കെ വാങ്ങിച്ചിട്ട് 2-3 വാല്യം പുസ്തകം, 10-12 വാല്യം ആയല്ലോ, 2-3 വാല്യം പുസ്തകമൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ പോയാൽ എല്ലാവരും വിചാരിക്കുമോ ഇത് പരമഭക്തനാ ശിവാനന്ദാശ്രമത്തിലെ ഏറ്റവും മെയിൻ ആളാണെന്ന് വിചാരിക്കും. അല്ല, ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോഴാണ് ഓ അങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്ന ദുഷ്ടുകളിങ്ങനെ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ അവിടേക്ക് എത്തി നോക്കുക പോലുമില്ല. യാതൊരു വിധത്തിലും ഒരു കളങ്കവുമില്ലാതെ കളങ്കമെല്ലാം കളങ്കമെല്ലാം നിഷ്കളങ്കനാകായി കളിയാടട്ടെ. കളങ്കമെല്ലാം നിഷ്കളങ്കനാകായി കളിയാടട്ടെ. ഭഗവാൻ നിഷ്കളങ്ക സ്വരൂപനാണ്. അവിടെ ആരുടെയും ഒരു റെക്കമെൻഡും പ്രത്യേകമായി സ്വീകരിക്കുകയില്ല. അവിടെ ഈ കളങ്കമില്ലാത്ത ഹൃദയം എവിടെയുണ്ടോ അത് പ്രത്യേകിച്ച് ആരുടെയും ഒരു പിന്തുണയും വേണ്ട, നേരെ കയറി അങ്ങ് വസിക്കും. അവിടെ ഇന്നാരുടെ മോനാ, ഇത്ര വർഷമായിട്ട് വരുന്ന ആളിന്റെ മോനാ എന്നൊന്നും അതൊന്നും അവിടെ സ്വീകരിക്കത്തില്ല. നമ്മുടെ രാജാറാം ഡോക്ടർ ഇപ്പോൾ ഇവിടെ വന്നിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് നേരത്തെ വെള്ളവസ്ത്രത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ മരുന്നിനൊക്കെ നേരിട്ട് പോകുമായിരുന്നു. ഹോമിയോ ഡോക്ടറാണ്, ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അമ്പൂറ്റിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പൊ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വിളിക്കും, സാറേ ഞാൻ അങ്ങോട്ടൊന്ന് വരുവാന്ന് വെച്ചാൽ മരുന്ന് വന്നാട്ടെ എന്ന് പറയും. വളരെ സ്നേഹമായിട്ട് വന്നാട്ടെ എന്ന് പറയും. അപ്പൊ വെളിയിൽ ചെന്നിരുന്ന് വീണ്ടും വിളിക്കും, ഇവിടെ എത്തിയിട്ടുണ്ട് സാറേ, ഇരുന്നാട്ടെ. വളരെ സന്തോഷമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തുവാ, ഇതിനിടയിൽ കൂടെ ഒന്ന് കയറി പെട്ടെന്ന് മരുന്ന് മേടിച്ചോണ്ടിഞ്ഞ് പോരാമെന്നുള്ളതാണ് പ്രതീക്ഷ. വളരെ പെട്ടെന്ന് വിടും, ഒരു 2-2.5 മണിക്കൂർ കഴിയുമ്പോൾ വിടും. സാറിനെ ഇരുത്തിക്കൊണ്ട് പറയില്ല, സത്യസന്ധമായിട്ട് പറയും. അത് സാറിൻ്റെ നിഷ്ഠയാണ്. അവിടെ പ്രത്യേകതകളൊന്നുമില്ല. ഇനി മന്ത്രി ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാലും ഇരുന്നാട്ടെ സാറേ എന്ന് പറയും. അവിടെ ഇരിക്കുന്ന ആളുകളുടെ ആ രീതി അനുസരിച്ച് ആദ്യം വന്ന ആരാണോ അവരെ മാത്രമേ വിടുകയുള്ളൂ. ആരോടും ഒരു പ്രത്യേകതയില്ല. ഈ ഡോക്ടറെ പറ്റി പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് ഡോക്ടറുടെ മരുന്ന് വാങ്ങി കഴിക്കുന്നവരുണ്ട്. പല ആളുകളും പറയാറുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ഭക്തൻ അവിടെ കാണും. കാരണം വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് മാധവൻപിള്ള സാർ ഉള്ളപ്പോൾ മുതൽ നമ്മുടെ ഈ ആദർശവുമായ ഒരു ബന്ധവും നമ്മുടെ സന്താനങ്ങൾ പലരും പോയി അവിടെ ബന്ധപ്പെട്ട് മരുന്ന് വാങ്ങിക്കുകയും സുഖം പ്രാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരീരപ്രകാരമുള്ള ഒരു വലിയ അനുഭവം. എൻ്റെ മാതാവിനെ വളരെ വർഷങ്ങളായി നടുവേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്
വർഷങ്ങൾക്ക് മുമ്പ് വളരെ വലിയ നടുവേദന ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് അന്ന് നമ്മുടെ പത്മാനന്ദ സ്വാമിയും ചിന്താനന്ദ സ്വാമിയൊക്കെ ഉള്ള സമയമാണ്. പത്മാനന്ദ സ്വാമി, ചിന്താനന്ദ സ്വാമി അവര് വൈദ്യന്മാരായിരുന്നു. അപ്പൊ അവര് കുറെ മരുന്നൊക്കെ കൊടുത്തു, ചികിത്സാ രീതികളൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ അനുവർത്തിച്ചു. അതിനൊന്നും ഒരു നിവൃത്തി ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോ ഇംഗ്ലീഷ് മരുന്നിലേക്ക് മാറി. വളരെയേറെ പരിശോധനകളൊക്കെ നടത്തി, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് മരുന്നുകളൊക്കെ കൊടുത്തു. ഒന്നും ഒരു വ്യത്യാസമില്ല, എന്നും നടുവേദന. അങ്ങനെ ഇരിക്കുമ്പോ കരുനാഗപ്പള്ളി പടനായർകുളങ്ങര ക്ഷേത്രത്തിന്റെ തെക്കുവശത്ത് നേരത്തെ ചെരുപ്പ് കടയായിട്ടിരുന്ന ഒരു ചെറിയ മുറിയുണ്ട്. അവിടെ കുറച്ചു കാലം കൊണ്ട് കട പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും വണ്ടി കയറാനുള്ളവരൊക്കെ അവിടെ ചെന്നാ നിൽക്കുന്നു. ഒരു ദിവസം എന്റെ പിതാവ് അവിടെ ചെന്ന് നിൽക്കുമ്പോ അത് ഞാൻ തുറന്നിരിക്കുന്നു. അത് തുറന്നു കിടക്കുന്നു. നോക്കിയപ്പോ കുറെ കുപ്പികളൊക്കെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഹോമിയെ കുറിച്ച് വലിയ അറിവൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെ ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ നോക്കിയത് എന്തോ വരുന്ന എങ്ങനെയാന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അകത്തിരുന്ന് സാറ് വിളിച്ചു. മാധവപിള്ള സാർ അകത്തിരുന്നിട്ട് വിളിച്ചു, സാറേ ഇങ്ങോട്ട് കയറി വന്നാണ്. അപ്പോൾ ഒരു അധ്യാപകരായതുകൊണ്ട് എന്തോ ഒരു പരിചയം നേരത്തെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇത് ഹോമിയോ ആണ് സാറ് നോക്കുന്ന കണ്ടു, ഇത് ഹോമിയോ മെഡിസിനാണ്. അപ്പൊ എന്നിട്ട് അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു. അപ്പൊ സാറിന് എന്തോ ഒരു വിഷമമുണ്ടല്ലോ, എന്തോ കാര്യം ചോദിച്ചു. അപ്പൊ ഈ സഹധർമ്മിണിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോ അഞ്ചോട്ടൊന്ന് കൊണ്ടുവന്നാട്ടെന്ന്. അങ്ങനെ ഒരു ദിവസം അവിടെ കൊണ്ടുവന്നു. ഒരു 3 മാസം 3 മാസം കൊണ്ട് ഈ നടുവേദന പരിപൂർണമായും മാറ്റപ്പെട്ടു. ഇത് വലിയൊരു അനുഭവമായി മാറി. അങ്ങനെ അച്ഛൻ ഈ അനുഭവം പലരോട് പറഞ്ഞാണ് നമ്മുടെ ഭക്തന്മാരെല്ലാം അവിടോട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. ആ ഒരു ബന്ധം, അന്നു മുതലുള്ള ആ ബന്ധം. അപ്പോ ഈ ശരീരപ്രകാരവും ചെറുപ്പം മുതലേ അവിടുന്നാണ് ആ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി ഇവിടുന്ന് ഒന്ന് വിളിക്കും, ആരുടെയും കൈ മരുന്ന് കൊടുത്തു വിടും. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇന്നും രാവിലെ വന്നപ്പോൾ ഒരു മരുന്നൊക്കെ ആയിട്ടാണ് വന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, വലിയ കെട്ടും പാണ്ടും ഒന്നുമില്ല, ഒരു ചെറിയ പൊതിയായിരിക്കും തരുന്നത്. അത് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ അതിന് ചില കാര്യങ്ങളൊക്കെ അതിന് പറഞ്ഞു തരും. ഞാൻ ഇവിടെ നിന്ന് ഈ ആത്മബോധ സംഘത്തിന്റെ നിയമം പറയുന്ന പോലെ ഹോമിയോയ്ക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. എല്ലാത്തിനും നിയമമുണ്ട്. ആയുർവേദത്തിനും ഇംഗ്ലീഷിനും എല്ലാത്തിനും നിയമമുണ്ട്. എങ്കിലും ഹോമിയോയുടെ ഒരു പ്രത്യേക രീതിയാണ്. അവിടെ ഈ പരിശുദ്ധത എന്നുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. അതിനോട് ചേർക്കാൻ പാടില്ലാത്തതൊന്നും ചേർക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത സുഗന്ധദ്രവ്യങ്ങൾ പൂശുകയോ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. കാഠിന്യമേറിയ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ അവിടെ നിർദ്ദേശിക്കും. ആ നിർദ്ദേശപ്രകാരം പാലിച്ചുകൊണ്ട് ഈ മരുന്ന് ഉപയോഗിച്ചാൽ. ഒരിക്കലും ഒരു ഇംഗ്ലീഷ് ഡോക്ടറോട് ഞാൻ ചോദിച്ചു, സാറേ പനി വന്നാൽ എത്ര ദിവസം മരുന്ന് കഴിക്കേണ്ടി വരും? മരുന്ന് കഴിക്കാതെ എത്ര ദിവസം കൊണ്ട് മാറും, മരുന്ന് കഴിച്ചാൽ എത്ര ദിവസം കൊണ്ട് മാറും എന്ന് ചോദിച്ചു. മരുന്ന് കഴിച്ചില്ലെങ്കിൽ 14 ദിവസമെങ്കിലും എടുക്കും. കഴിച്ചാൽ 2 ആഴ്ച കൊണ്ട് മാറും. ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ്, സത്യസന്ധമായിട്ട് പറയുക. ഡോക്ടർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഡോക്ടർ എന്നോട് പറയാണ്, മരുന്ന് കഴിച്ചില്ലേ 14 ദിവസം കൊണ്ടേ മാറത്തുള്ളൂ. കഴിച്ചാൽ 2 ആഴ്ച കൊണ്ട് മാറും. പക്ഷേ ഹോമിയോ മരുന്നിന്റെ അവസ്ഥ അനുസരിച്ച് എനിക്കുള്ള അനുഭവം ഇതിങ്ങനെയൊക്കെ ആയി വരുമ്പോ ഒന്ന് വിളിച്ചു പറയും, ഇച്ചിരി നാവി പിടിച്ചാട്ടെ, ഒരു മരുന്നും കൊടുത്തു വിടാവേ. 3 ദിവസം കഴിയുമ്പോ സുഖം. അതുപോലെ തന്നെ ഈ മഹാവ്യാധി കൊറോണ പടർന്നു പിടിച്ചു. ഇപ്പൊ പലർക്കും ഇവിടുന്ന് പ്രതിരോധ മരുന്നുകളൊക്കെ സർക്കാർ തന്നെ വിതരണം ചെയ്യാൻ തുടങ്ങി. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് ഹോമിയോ മരുന്നുകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, ഡോക്ടറെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഞാൻ ഇത് കഴിക്കണോന്ന് ചോദിച്ചു. വേണ്ട, അവിടുന്ന് കഴിക്കണ്ട, അവിടുന്ന് സ്ഥിരമായിട്ട് ഹോമിയോ മരുന്ന് കഴിക്കുന്നില്ലേ, കൊറോണ വരുത്തില്ല. ഇവിടെ എത്രയോ ആളുകൾ വരികയും പോവുകയും എന്നോട് സഹകരിക്കുകയൊക്കെ ചെയ്തു. ആ വാക്ക്
വാക്കത് അന്വർത്ഥമായി. ആ വാക്ക് അന്വർത്ഥം. അപ്പൊ ഇതുപോലെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് നമ്മുടെ രാജാവ്. വളരെ കൃത്യതയോടുകൂടി ചെയ്ത ഡോക്ടറാണ്. അവിടെ ആളിന്റെ വലിപ്പമോ പൊങ്ങച്ചവോ അല്ലെ മറ്റു കാര്യങ്ങളൊന്നും ഒരു ചിന്തയുമില്ല. ആളിന്റെ വലിപ്പമോ പൊങ്ങച്ചോ ഇതുപോലെ ഈശ്വരനും അങ്ങനെയാണ്. അവൻ നിഷ്കളങ്കനാണ്. ആ നിഷ്കളങ്ക രൂപന്റെ മുന്നിൽ ആരുടെ ഒരു റെക്കമെന്റ് സ്വീകരിക്കുകയില്ല. പിന്നെ എന്തു വേണം? കളകളങ്കമെല്ലാം 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 നിഷ്കളങ്കനാകാരി കളിയാടട്ടെ. സ്ഥാപിച്ച് നിഷ്കളങ്ക സ്വരൂപനാകുന്ന ദൈവം സമ്പൂർണ്ണ അവതാരമായി വാണിരുന്നപ്പോൾ തിരിച്ചറിയാൻ കഴിവുള്ളവർ വളരെ കുറച്ചായി. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ താൻ ദൈവമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെയേറെ എതിർപ്പുകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരിക്കൽ മങ്കുഴിയിൽ ഒരു വീട്ടിൽ ചെന്ന് അവിടുത്തെ ആചാര ഉപചാരങ്ങളൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് വളരെ ദരിദ്രരായ ഒരു കുടുംബമായിരുന്നു. തൊട്ടടുത്ത് ധനികരായ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പാത്രം വാങ്ങിക്കൊണ്ടു വന്ന് ഭഗവാന് ഭക്ഷണം കൊടുക്കാൻ. അപ്പൊ അവരറിയുന്നില്ല ഇത് വന്നിരിക്കുന്നത് ഈ ആളാണെന്നുള്ള ഇന്ന ജാതിയാണെന്നൊന്നും അവരറിഞ്ഞില്ല. അപ്പൊ പാത്രം കൊടുത്തു. കൊണ്ടുവന്ന് ആഹാരം കഴിച്ച് തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ഇവർ വിശേഷങ്ങളൊക്കെ അറിയുന്നത്. ആളും പേരും ഒക്കെ കണ്ടപ്പോൾ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പൊ അന്ന് കൂടുതൽ മൺപാത്രങ്ങളാണല്ലോ. അപ്പോ ഈ ആള് പറഞ്ഞു, പറയൻ തൊട്ടത് എനിക്ക് വേണ്ട, എറിഞ്ഞുടച്ചു കളഞ്ഞു. ഓ പറയനല്ല പരപുരുഷൻ പരമാത്മാവെന്നറിയണം. ഓ പറയനല്ല പരപുരുഷൻ പരമാത്മാവെന്നറിയണോ. ഓ പറയുന്നു പരിഹസിച്ച പരമാത്മാവിനെ കാണുകയില്ല. പരിഹാസങ്ങൾ കളയുക, പരിശോധിച്ചറിയുക. കളങ്കമായി കലിയുഗത്തിലെ ഭക്തിയെ നീ കാണുക. ഭഗവാനോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്തു, നിങ്ങൾ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം പരവതാനി വിരിച്ച് എന്നെ അവർ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതിന് തക്ക സാഹചര്യങ്ങളുണ്ടായി. അവർ വന്ന് ക്ഷണിച്ച് പരവതാനി വിരിച്ച് പുഷ്പങ്ങൾ വിതറി ഭഗവാനെ സ്വീകരിച്ച് അകത്തിരുത്തി അവർ ഭക്ഷണം കൊടുത്തു, ആരാധന നടത്തി. ഓ ശക്തനിവൻ മഹാശക്തനിവൻ, ജാതി മത ഭേദം തകർക്കുമിവൻ. ശക്തനിവൻ മഹാശക്തനിവൻ, ജാതി മത ഭേദം തകർക്കുമിവൻ. ആത്മബോധോദയ
ഭക്തരോടുള്ള വാത്സല്യപൂർവ്വം ആ ശരീരം മാറിയിട്ടും മാറ്റമില്ലാതെ ലോകത്തിൽ വാഴുമെന്ന് തീരുമാനം ചെയ്ത് അറിയിച്ച പ്രകാരം ആ വീണ്ടും വന്നു. ശക്തി ഉദയമായി നിന്നുകൊണ്ട് ആത്മപരിശുദ്ധിക്കുള്ള ആത്മജ്ഞാനങ്ങളെ ആത്മാവിൽ പ്രദാനം ചെയ്ത് ആനന്ദിപ്പിച്ച് ആനന്ദരൂപനായി വാണിരുന്ന പൊന്നു തിരുമേനിയെ ഓ ആനന്ദവാഴ്ച ആനന്ദവാഴ്ച ആനന്ദരൂപന്റെ ആനന്ദവാഴ്ച 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 ആനന്ദരൂപന്റെ ആനന്ദവാഴ്ച സന്നിധാനത്തിന്റെ ഉള്ളിലും പുറത്തുമായി ഇങ്ങനെ തുള്ളിക്കളിച്ചു വാണിരുന്നുകൊണ്ട് ആ നിഷ്കളങ്ക സ്നേഹത്തെ ഭക്തഹൃദയങ്ങളിലേക്ക് പകർത്തി ഒഴുക്കിക്കൊണ്ട് യാദൃശ്യത്തെ ധീരെ ധീരെ ഉയർത്തി വളർത്തിയെടുത്ത ആ പൊന്നുതിരുമേനിയുടെ 101ാം ഉത്രാട ജന്മനക്ഷത്രമാണ് ഇതാഗതമാകുന്നത്. ആരാണിത് ഒരുക്കേണ്ടത്? ഈ സന്നിധാനത്തിൽ നടക്കുന്ന കർമ്മങ്ങൾക്കെല്ലാം എല്ലാ കാര്യങ്ങളും ഒരുക്കേണ്ടത് ആരുടെ കടമയാണ്? കായാഭൂമേനിതൻ കാര്യമല്ല നിങ്ങളെല്ലാവരും കൂടിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പൂരം നക്ഷത്രത്തിന് ഓ അത്ഭുതകരമായിട്ടും എനിക്ക് വളരെ സന്തോഷമായിട്ടും തോന്നിയ കാര്യങ്ങളായിരുന്നു എല്ലാം. കാരണം ആ എല്ലാ ശാഖകളിൽ നിന്നും വളരെയധികം സന്താനങ്ങൾ വന്ന് ഈ ആശ്രമവും പരിസരവും എല്ലാം ശുദ്ധി ചെയ്ത് ഇവിടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി എല്ലാ കാര്യങ്ങളും ബന്ധിച്ചു നിന്ന് പ്രവർത്തിച്ചപ്പോൾ പൂരം മഹോത്സവം എങ്ങനെയാണ് നടത്തപ്പെട്ടത്? ആനന്ദപൂരമായി നടത്തപ്പെട്ടു. പൂരം പോലെ സ്തുതിയിൽ ഇടപെട്ടും കർമ്മങ്ങളിൽ ഇടപെട്ടും അവിടെ നടന്ന മറ്റ് കലാപരിപാടികളിലും സമ്മേളനങ്ങളിലും ഒക്കെ ഇടപെട്ടും 3 ഘോഷയാത്രകൾ ബന്ധിച്ചും എല്ലാം ഭക്തലോകം ആനന്ദത്തിലാറാടി. എന്തുകൊണ്ട്? ഹൃദയങ്ങൾ ഒത്തുചേർന്നു ഗുരുവിന്റെ ജന്മദിനം. ആഘോഷിപ്പാൻ തീർച്ചയായും ഒരുങ്ങിക്കൊള്ളുക. ഹൃദയങ്ങൾ ഒത്തുചേർന്നു ഗുരുവിന്റെ ജന്മദിനം. ആഘോഷിപ്പാൻ തീർച്ചയായും ഒരുങ്ങിക്കൊള്ളുക. ഒരുങ്ങി ഓരോന്നും പ്രവർത്തിച്ചപ്പോഴാണ് ആ ഫലം ഉണ്ടായത്. ഇപ്പോൾ കൂലിക്ക് കുറെ ആളിനെ വിളിച്ചാൽ ഇതൊക്കെ വളരെ നിസ്സാരമായി ചെയ്യാമെന്നൊക്കെ എനിക്കറിയാം. ആ ഇത്രയും ആള് വേണ്ടി വരില്ല, ഇത്രയും ദിവസം വേണ്ടി വരില്ല. പക്ഷേ അവിടെ ഈ നിയമപരിശുദ്ധി എന്ന അവസ്ഥയില്ല. ഇന്ന് നമ്മൾ ഇതിന്റെ വളർച്ചയ്ക്ക് അനുസൃതമായി നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ നേരത്തെ നമ്മുടെ ഈ ട്രസ്റ്റ് സ്ഥാപിച്ച സമയം മുതൽ ഈ അക്കൗണ്ട് ഒക്കെ പരിശോധിക്കുന്ന വെളിയിൽ നിന്നുള്ള ആളുകളായിരുന്നു.
പരിശീലനമുള്ള ആളുകളായി. കാരണം നമ്മുടെ കൂട്ടത്തിൽ അത്രയും പരിശീലനമുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ അത്രയും പരിശീലനമുള്ളവർ ഇന്ന് 2 ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണ് നമ്മുടെ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണ് നമ്മുടെ കണക്ക്. അവരാണ് ഇതെല്ലാം റെഡിയാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവർ പരിശോധിക്കുന്നു, എന്നിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. അതുപോലെ ആദ്യം നമ്മളിവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ഛായാചിത്രം വെളിയിൽ നിന്നൊരാൾ വരച്ചതായിരുന്നു. ഇന്ന് നമ്മുടെ തന്നെ സന്താനം നിയമം പാലിച്ചുകൊണ്ട് ഇത് വരച്ചിപ്പോൾ പ്രതിഷ്ഠിക്കത്തക്ക അവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെ ചിന്തിച്ചാൽ ദൈവം ലോകത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായി സന്താനങ്ങൾ സൽബുദ്ധികളായും നിഷ്കളങ്കരായും വളർന്നതിന്റെ ഫലമായി ഉന്നതമായ കർമ്മങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരായി തീർന്നു. അങ്ങനെയുള്ള സന്താനങ്ങൾ ഒത്തുചേർന്ന് വേണം എക്കാലവും എന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാൻ. അതുകൊണ്ട് ഉത്രാടം ജന്മനക്ഷത്രം ഉന്നതമായി നിങ്ങൾ ഒരുക്കിക്കൊള്ളുക. എന്റെ സന്താനങ്ങൾ ഒത്തുചേർന്ന് ഒരുക്കിക്കൊള്ളുക. ഞാൻ ശരീരപ്രകാരം എല്ലായിടത്തും വന്നൊരു പക്ഷേ കണ്ടില്ല എന്നിരിക്കാം. ഞാൻ എന്റെ ഹൃദയം കൊണ്ടെല്ലാം കാണുന്നുണ്ട്, എല്ലാവരെയും അറിയുന്നുണ്ട്. ആരേത് നിലയിൽ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എല്ലാം അറിഞ്ഞുകൊണ്ടാണ് സർവശക്തിയുടെ പ്രത്യക്ഷമായി വാഴുന്നത്. അങ്ങനെ അനുഭവമുള്ളവരൊന്ന് കൈവർത്തി കണ്ടാക്കൊള്ളാം. എല്ലാം കാണാൻ കണ്ണുണ്ട്, ഇവനെല്ലാം കേൾക്കാൻ ചെവിയുണ്ട്. എല്ലാം കാണാൻ കണ്ണുണ്ട്, ഇവനെല്ലാം കേൾക്കാൻ ചെവിയുണ്ട്. എല്ലാം അറിവാൻ അറിവുണ്ട്, അറിവില്ല ഗുരുവില്ല. അറിവാകുന്ന ഗുരുവിന്റെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാം ഒരുക്കിക്കൊള്ളുക. സാധാരണ നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ നടക്കുമ്പോ ആഡിറ്റോറിയത്തിൽ പ്രത്യേക ഒരു യോഗമൊക്കെ വിളിക്കും. നമ്മുടെ ഗീതാനന്ദ സ്വാമി അതിന് അധ്യക്ഷനായിരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തും. കുറെ ആളുകളെ തെരഞ്ഞെടുത്ത് പേരുകളൊക്കെ എഴുതും. പക്ഷേ വളരെ അപൂർവമായി ചില ആളുകൾക്ക് ആ സമയത്തിന് വന്നു ചേരാൻ പറ്റില്ല. അപ്പോഴും കാര്യങ്ങൾ നടത്തുന്നത് അപ്പൊ നിൽക്കുന്ന ആളുകളെല്ലാം കൂടെ ചേർന്നായിരിക്കും. അവിടെ അവർ പേരെഴുതിയെന്നോ അല്ലെങ്കിൽ കമ്മിറ്റിക്ക് വിളിച്ചെന്നോ വിളിച്ചില്ലെന്നോ ഇതൊന്നും ചിന്തിക്കുന്നില്ല. എന്റെ ഗുരുവിന്റെ കാര്യം നടത്തേണ്ടത് എന്റെ ധർമ്മമാണെന്നുള്ള ബോധത്തോടുകൂടി അവർ പ്രവർത്തിക്കുകയാണ്. അപ്പൊ പേരെഴുതിക്കൊണ്ട് ഇത് ചെയ്ത സമയത്തും അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. കുറേ സന്താനങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുന്നവരുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഈ കമ്മിറ്റി ഒന്നും കൂടുന്നില്ല. ഇപ്പൊ നമ്മുടെ ഗീതാനന്ദ സ്വാമി ശാരീരിക അസ്വസ്ഥതയിൽ നമ്മുടെ എറണാകുളം ആശ്രമത്തിൽ വിശ്രമിക്കുകയാണ്. ആശ്രമത്തിൽ വിശ്രമിക്കുകയാണ്. അവിടെ നിന്ന് ആശുപത്രി പോകാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അവിടെ തന്നെ വിശ്രമിക്കുകയാണ്. ഇടയ്ക്കൊരു ദിവസം ഇവിടെ വന്നു, എന്നെ കണ്ടു, ചില നേർച്ചകളൊക്കെ സമർപ്പിച്ച് തിരിച്ചു പോയതാണ്. അപ്പൊ അവിടെ സ്വസ്ഥനായിരിക്കുകയാണ്. ഇപ്പോ എപ്പോഴും യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല. പക്ഷേ അദ്ദേഹം ഉള്ളപ്പോഴിതെല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്രാവശ്യം ഞാൻ തീരുമാനിക്കുകയാണ്, നമുക്ക് പ്രത്യേകിച്ച് കമ്മിറ്റി ഒന്നും വേണ്ട, ഈ കൂടിയാലോചനകളൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ മഹാരാധനയിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഉത്തരവാദിത്വപ്പെടുത്തുകയാണ്. നിങ്ങളൊന്നായി നിന്നുകൊണ്ട് എല്ലാം പ്രവർത്തിച്ചുകൊള്ളുക. അവരവരുടെ കർമ്മമായി ഗുരുവിന്റെ കർമ്മത്തെ ഏറ്റെടുത്ത് കർമ്മിക്കുവാൻ തീരുമാനമുള്ളവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കും. എങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് കർമ്മിക്കുവാൻ മഹാശക്തി ഇതാ കാത്തിരിക്കുന്നു. ആനന്ദമായ ഉത്രാടം നടത്തപ്പെടുമാറാകട്ടെ. മഹാനന്ദമായ ഉത്രാടം നടത്തപ്പെടുമാറാകട്ടെ. സർവപ്രകൃതികളും തുണയായി നിൽക്കുമാറാകട്ടെ. എന്റെ ദേവീദേവന്മാരും ദൂതപരമ്പരകളും നിങ്ങൾക്ക് തുണയായി വരുമാറാകട്ടെ. എല്ലാ സന്താനങ്ങൾക്കും സന്തോഷമായി ഇവിടെ വന്നു ചേർന്ന് ഇപ്പോൾ വിദേശ രാജ്യത്തിൽ സന്താനങ്ങൾ എത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇനി പലരും ടിക്കറ്റ് എടുത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ എവിടെ നിന്നെല്ലാം ആരെല്ലാം വരാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും വന്നു
ചൊവ്വാഴ്ച നമ്മുടെ മഹാധാരാസ്തുതിക്കുള്ള വ്രതം ആരംഭിക്കുകയാണ്. ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗവും പഠിച്ചവർ 21 ദിവസത്തെ അതിപരിശുദ്ധമായ വ്രതാനുഷ്ഠാനത്തോടുകൂടി വന്നു ചേർന്നാൽ മഹാധാരാസ്തുതിയിൽ ബന്ധിച്ച് ആനന്ദിക്കാം. ആനന്ദമായി താരാസ്തുതി നടത്താൻ ഇതാ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഉന്നതമായി നടത്തപ്പെടുമാറാകട്ടെ. അതുപോലെ 29-ാം തീയതി കർക്കിടകം 13 മഹാസമാധി ദിനാചരണമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ അറിയിച്ചതുപോലെ ഭക്തിനിർഭരമായ നിലയിൽ ആ ദിനം ആചരിക്കുക. മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആ ഉന്നതമായ ഈ ആരാധനയിൽ പങ്കെടുക്കുവാനും ഈ ആനന്ദത്തിൽ ചേരുവാനും നിങ്ങളെ അനുവദിച്ച മഹാശക്തിയെ ഒരിക്കലും നിങ്ങൾ മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ആനന്ദം നിങ്ങളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. എന്നും ആനന്ദത്തിൽ ജീവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിഷ്കളങ്ക സ്വരൂപനാകുന്ന ദൈവം മഹാത്യാഗിയായി മഹാതാമസനായി ഈ ലോകത്തിൽ വാഴുന്നുവെന്ന മഹാസത്യത്തെ ആത്മലോകത്തിലേക്ക് അറിയിക്കുവാൻ വിളംബരമായി നിർമ്മിക്കുന്ന മഹാഗോപുരം അതിന്റെ അത്യുന്നതമായ അവസ്ഥയിൽ പൂർത്തീകരിക്കപ്പെടുവാൻ മനോഹരമായി ശക്തിവത്തായി ചൈതന്യവത്തായി ആ ശുഭാനന്ദ തപോ ശതാബ്ദി സ്മാരകമായി നിർമ്മിക്കപ്പെടുവാൻ പൂർത്തീകരിക്കപ്പെടുവാൻ മഹാശക്തി ഇതാ എല്ലാം കരുപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗം അത് കാണുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനായി ഒരു ഉന്നത ജന്മത്തെ തപോനിധിയായ ഒരു ജന്മത്തെ ആത്മദീപമായി നിലനിർത്തിയിരിക്കുന്നു. ആരോഗ്യത്തോടെ മഹാശക്തി കരുതുമാറാകട്ടെ. എന്നും ഉന്നത കർമ്മങ്ങൾക്കായി കരുതുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും അതിൽ പ്രവർത്തിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഈശ്വരന്റെ തൃക്കരങ്ങൾ കാത്തുരക്ഷിക്കട്ടെ. ഇന്നേ ദിവസം നിങ്ങൾ അർപ്പിച്ച എല്ലാ നേർച്ചകളും ഇതാ സ്വീകരിക്കുന്നു. ആളാമൃതങ്ങളെ ദർശിച്ച് അനുഗ്രഹിക്കുന്നു. ഇന്നേ ദിവസം സത്യം സ്വീകരിച്ച